കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് ബി.ജെ.പി. കൗൺസിലർ സുഗതനെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സാഹസികമായി സുഗതനെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതേസമയം പോലീസിനെ ആക്രമിച്ചതിന് സുഗതനെതിരെ പോലീസ് ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലറുമായ ആർ സുഗതനെ ഇന്നലെ രാത്രിയാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ സുഗതന്റെ അനുയായികളായ ബി.ജെ.പി. പ്രവർത്തകർ വളഞ്ഞതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. പ്രവർത്തകർ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. തുടർന്ന് SHO C. വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചിരുന്നു. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അറസ്റ്റിന് വഴങ്ങാതെ സുഗതൻ ബലപ്രയോഗം നടത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റിമാൻഡിലായ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതേസമയം പോലീസിനെ ആക്രമിച്ചതിന് സുഗതനെതിരെ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. സഹോദരൻ സന്ദീപ് കേസിൽ രണ്ടാം പ്രതിയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് FIR-ൽ പറയുന്നു. പോലീസ് പിടിച്ചു തള്ളിയെന്നും മുഖത്ത് അടിച്ചെന്നും സുഗതന്റെ ഭാര്യ ആരോപിച്ചു. സുഗതന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഉണ്ടായില്ലെന്നും അവർ പറഞ്ഞു. ഏകദേശം ഒരു 9 കാലമായിക്കാണ് ഒരു പ്രകോപനവും ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിനകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു ചെയ്തത്. ഇപ്പോൾ ചിക്കൻ ബോക്സിൽ ചികിത്സയിലായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെയാണ് വീട്ടിൽ വന്ന് പിടിച്ചിട്ട് പോകുന്നത്. 2 മാസം മുൻപ് ക്ഷേത്രോത്സവത്തിനിടെ 2 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് സുഗതനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. മുൻപ് 10ഓളം കേസുകളിൽ പ്രതിയായ ആർ സുഗതനെതിരെ കളക്ടർ കാപ്പ ചുമത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.